മാന്യസദസ്സിന് വന്ദനം. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഞാൻ ഇവിടെ മോണോയിട്ട് അവതരിപ്പിക്കുന്നത്. നിഷ്കളങ്കയും പരിശുദ്ധയുമായ കന്യകയെ, നിനക്കു വന്ദനം. ആരാണ് നിങ്ങൾ? എന്റെ ഈ മുറിയിൽ എങ്ങനെ വന്നു? പോകൂ, പുറത്തു പോകൂ. ഞാൻ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ പ്രധാന ദൂതൻ. അയ്യോ, അങ്ങയുടെ പ്രകാശം എന്നെ അന്ധയാക്കുന്നു. വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യകയായ ഒരു യുവതിയുടെ മുറിയിൽ നിന്നും ഒന്ന് പുറത്തു പോകൂ. മകളെ മറിയം, എന്നെ അറിയുമോ? അങ്ങേക്ക് എന്റെ പേരറിയുമോ? എന്റെ മുറിയിൽ നിന്നും ഒന്ന് പുറത്തു പോകൂ. മകളെ, നിന്നിൽ ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, സർവം സൃഷ്ടിച്ച ദൈവത്തിന്റെ ആത്മാവ്. ഇല്ല, ഞാൻ വിശ്വസിക്കുകയില്ല. പുരുഷനെ അറിയാത്ത ഒരു സ്ത്രീ എങ്ങനെ ഗർഭിണിയാകും? മകളെ, ലോകപാപ പരിഹാരത്തിനായി ഉത്ഭവിക്കുന്ന പുരുഷപ്രജ നിന്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നു. ഇത് ദൈവീക നിയോഗമാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. മകനെ യോസഫ്, ആരാ? എന്നെ വിളിച്ചോ? ഞാൻ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ പ്രധാന ദൂതന്മാരിൽ ഒരാൾ. ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയത്തെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദമായത് പരിശുദ്ധാത്മാവാകുന്നു. എന്താ ഞാൻ കേൾക്കുന്നത്? ആരാണ് നിങ്ങൾ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അയ്യോ, എന്തൊരു പ്രകാശം! കണ്ണുകൾ കാണുന്നില്ലല്ലോ. മകനെ, നീ ഭയപ്പെടേണ്ട. നീ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മകൾ കന്യക തന്നെയാണ്. അവൾ പരിശുദ്ധയുമാണ്. പ്രപഞ്ച പ്രകൃതിയുടെ മാതാവായി സർവശക്തൻ കണ്ടത് പരിശുദ്ധ കന്യക മറിയത്തെയാണ്. ദൈവമേ, ഞാൻ എന്താണ് കേൾക്കുന്നത്? ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ദൈവിക പദ്ധതി പ്രകാരം കന്യകയായ മറിയം ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അവളെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. ദൈവമേ, എന്തൊരു പരീക്ഷണമാണ്! ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? എത്ര പരിഹാസങ്ങൾ, എത്ര കുറ്റപ്പെടുത്തലുകൾ! ദൈവമേ, ഇതിനൊരു നീക്കുപോക്ക്. മകനെ, നീ നിന്റെ ഭാര്യയായി അവളെ ചേർത്തുകൊള്ളുക. അവളിൽ ഉൽപാദനമാകുന്ന ശിശു ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി അവൻ നിലനിൽക്കും. ഒന്നും ശങ്കിക്കേണ്ട. സർവശക്തനായ ദൈവമേ, നിന്റെ വാക്ക് ഞാൻ അനുസരിക്കുന്നു. നിന്നിഷ്ടം എന്നിലൂടെ നിറവേറ്റണമേ. എന്റെ മോണോയാക്ട് ഇവിടെ അവസാനിച്ചു. നന്ദി, നമസ്കാരം.